ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു D&D കിഡ്സ് വേൾഡ്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്, കേരള പെപ്പർ ചിക്കൻ കറി. അതിനായിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു അരമുറി തേങ്ങ, ഒരു 2 സ്പൂൺ ചിക്കൻ മസാല, കുറച്ച് മല്ലി ഇല, ഒരു 75 ഗ്രാമോളം ഗ്രീൻ പെപ്പർ, അതായത് പച്ചക്കുരുമുളക്. ഇത് നമ്മൾ മിക്സി നല്ല ഫൈനായിട്ട് അരച്ചിടും. അപ്പം ഫ്രണ്ട്സ്, നമുക്ക് ഉരുളി കത്തിക്കാം. നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് തീ കുറച്ചിട്ടിട്ട് കടുക് ഇടാം. കടുക് പൊട്ടി ഇനിയിപ്പോൾ നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ കൂട്ടാം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. റെഡ് ചില്ലി ഇട്ട് കൊടുക്കാം. അവസാനം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് താളിപ്പ് മാറ്റി വെക്കാം. ഇതിന് കുറച്ച് താളിപ്പ് എടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത സവോള ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് സോട്ടായി കിട്ടാൻ വേണ്ടി ഒരു ശകലം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 3 സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു സോട്ടായി കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ തേങ്ങയും പച്ചക്കുരുമുളകും ചിക്കൻ മസാലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് അരച്ചെടുത്തതാണ്. നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ സൈഡാണ് ഫ്ലെയിം കുറച്ചിടാം. മസാല എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ ഇത് ആഡ് ചെയ്യാം. ഒന്ന് ശക്കലൊന്ന് വഴറ്റിയിട്ട് അപ്പോൾ ഇത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു 2.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെക്കാം.
ഇത് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കും. ചൂടുവെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ചൂടുവെള്ളം വെച്ച് ഫയർ കൂട്ടിയിടുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു നല്ലപോലെ അടച്ചു വെച്ച് ഒരു മുക്കാൽ മണിക്കൂർ വേവിക്കുക. ഒരു 3/4 മണിക്കൂർ വേകട്ടെ. അപ്പോൾ ഏകദേശം 3/4 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഗ്രേവിയൊക്കെ കുറുകിയിട്ടുണ്ട്. നമ്മുടെ കേരള ഗ്രീൻ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഗാർണിഷ് കൂടിയിട്ട് ഓഫ് ചെയ്യാം. പിന്നെ എല്ലാവരും ഉപ്പ് നോക്കണേ. അപ്പോൾ ആവശ്യത്തിന് ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം. അത് കറക്റ്റാണ്. ഇപ്പോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് അങ്ങനെ നമ്മുടെ കേരള പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം. ഈ ക്രിസ്മസിന് ഒരു വെറൈറ്റി ഐറ്റം ആയിട്ട് എല്ലാവരും ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും കറി ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കിനി ഉടനെ തന്നെ കണ്ടുമുട്ടാം.